ഏവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സെറ്റിലെ 3ാമത്തെ ക്ലാസ്സാണ് പഠിക്കുന്നത്. ഇതിലാദ്യം വെൻ ഡയഗ്രത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് വെൻ ഡയഗ്രം? സെറ്റിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ജോമെട്രിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. Most of the relationship between the sets can be represented by means of diagrams which are known as Venn diagrams. ഇപ്പോൾ സെറ്റുകളുടെ റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയഗ്രത്തെയാണ് നമ്മൾ വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. വെൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് ലോജിഷ്യൻ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യനാണ് ജോൺ വെൻ. അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണ് വെൻ ഡയഗ്രാം എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. These diagrams consist of rectangles and closed curves, usually circles. ഈ ഡയഗ്രത്തിൽ റെക്റ്റാങ്കിൾസും അല്ലെങ്കിൽ നമ്മൾ സർക്കിൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനകത്തുള്ള സബ്സെറ്റുകളൊക്കെ സർക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇവിടെ ഒരു വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ്. അത് ഈ റെക്റ്റാങ്കിളാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിനകത്തുള്ള 3 സെറ്റുകളുണ്ട്, എ ബി സി. ഈ എ ബി സിയെ നമ്മൾ സർക്കിൾസോ അല്ലെങ്കിൽ എലിപ്സോ അങ്ങനെയുള്ള ഏതെങ്കിലും ഷേപ്പ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ബേസിക്കായിട്ട് നമ്മൾ സർക്കിൾസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം പെട്ടെന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, എ എന്ന സെറ്റിനകത്ത് 1 2 3 4 ഈ ആദ്യത്തെ സർക്കിളിനകത്ത് ഏതൊക്കെ എലമെൻ്റ് ഉണ്ട്, അതാണ് എയിലുള്ള എലമെൻറ്റ്സ്. രണ്ടാമത്തെ സർക്കിൾ എന്ന് പറഞ്ഞാൽ ബി ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബിക്ക് അകത്തുള്ളത് 3 4 5 6. അടുത്ത് സി ആണ്. സിയിലുള്ളത് 6 7 8 ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇങ്ങനെയുള്ളത് 4 3. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള 6. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ സെറ്റിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവും. ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഈ 3 സെറ്റിനെ ഉൾക്കൊള്ളുന്ന വലിയൊരു സെറ്റാണ് അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വെൻ ഡയഗ്രത്തിൻ്റെ ഒരു എക്സാമ്പിൾ. അടുത്ത് നമുക്ക് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്പേഴ്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പറേഷൻ, കൂട്ടുക കുറയ്ക്കുക, അങ്ങനെയുള്ള ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ സെറ്റിലും ഓപ്പറേഷൻസ് ഉണ്ട്, ബേസിക് ഓപ്പറേഷൻസ്. അതിൽ ഒന്നാമത്തെ നമുക്ക് പഠിക്കേണ്ടത് യൂണിയൻ ഓഫ് സെറ്റ്സ്. എന്താണ് യൂണിയൻ എന്ന് നോക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി 2 സെറ്റ്സ്. യൂണിയൻ ഓഫ് എ ആൻഡ് ബി ദ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് all the elements of A and all the elements of B, the common elements being taken only once. എയിലെയും ബിയിലും 2 സെറ്റ് തന്നിട്ടുണ്ട്. ഈ രണ്ടിൻ്റെ യൂണിയൻ കാണാൻ പറഞ്ഞാൽ ഈ എയിലെയും ബിയിലെ എല്ലാ എലമെൻറ്റ്സും കൂടെ ചേർത്ത് ഒരുമിച്ച് എഴുതുക. അതിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കൽ എഴുതിയാൽ മതി, 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ യൂണിയൻ നമ്മൾ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സിമ്പിൾ. ഇതിനെ വായിക്കേണ്ടത് യൂണിയൻ എന്നാണ് വായിക്കേണ്ടത്, ഇങ്ങനത്തെ സിമ്പിൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സിംബോളിക്കലി വി റൈറ്റ് എ യൂണിയൻ ബി, ഇങ്ങനെയാണ് വായിക്കുക, എ യൂണിയൻ ബി, ഇങ്ങനത്തെ സിമ്പിൾ, എ യൂണിയൻ ബി. അപ്പോൾ മാത്തമാറ്റിക്കലി ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമ്മൾ എ യൂണിയൻ ബി എന്താണെന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കലി ഇങ്ങനെ ഒരു ഡെഫിനേഷൻ ഉള്ളൂ. മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലുള്ള ഡെഫിനേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. ഇതാണ് എ യൂണിയൻ ബിയുടെ ഡെഫിനിഷൻ. അതായത് എക്സുകളുടെ കളക്ഷനാണ് എക്സ് എയിൽ ഓർ എക്സ് ബിയിൽ. ഇവിടെ ഓറെന്ന് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്, അത് യൂണിയൻ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഓർ ഉപയോഗിക്കുന്നത്. അപ്പം ഓറിൻ്റെ കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വെൻ ഡയഗ്രത്തിൽ ഇങ്ങനെ കാണിക്കാം. എയും ബി, ഈ ഷെയ്ഡഡ് പോർഷൻ ഫുൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് എയും ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കൂടി ചേർത്താണ് യൂണിയൻ എന്ന് പറയുന്നത്. ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള എല്ലാ പോർഷനും, അതായത് എല്ലാ എലമെൻറ്റ്സും എഴുതുക, 1 2 3 4 5 6. ഇതിൽ എയിലും ബിയിലും 3 4 കോമൺ ആണെങ്കിൽ അത് ഒരിക്കൽ എഴുതിയാൽ മതി. അപ്പോൾ എ യൂണിയൻ, ഇവിടുത്തെ യൂണിയൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 എല്ലാ എലമെൻറ്റ്സും കൂടെ ഒരുമിച്ച് ഒരു സെറ്റായിട്ട് എഴുതുന്നതാണ് യൂണിയൻ. ഡെഫിനിഷനും ഓർത്തിരിക്കും. യൂണിയന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആയിരിക്കും.
അതായത് യൂണിയൻ നമുക്ക് രണ്ട് സെറ്റുകളുടെ യൂണിയൻ തിരിച്ചു മറിച്ചും എടുത്താൽ അത് ഈക്വൽ ആയിട്ട് എപ്പോഴും വരുള്ളൂ. ഇതിനെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് പറയുന്നത്. ഇനി 3 സെറ്റുകളാണ് തന്നിട്ടുണ്ടെങ്കിൽ യൂണിയൻ നമുക്ക് ആദ്യത്തെ രണ്ടിൻ്റെ യൂണിയൻ എടുത്തിട്ട് മൂന്നാമത്തെ യൂണിയൻ എടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ യൂണിയൻ എടുത്തിട്ട് എയുടെ കൂടെ യൂണിയൻ എടുക്കാം. ഇതാണ് അസോസിയേറ്റീവ് ലോ. ഓർഡർ നോക്കുക, ABC ആണ്. പക്ഷേ ഇവിടെ ഗ്രൂപ്പാണ് നോക്കേണ്ടത്. എയും ബിയും ഗ്രൂപ്പ് ചെയ്തിട്ട് യൂണിയൻ എടുത്താൽ, അല്ലെങ്കിൽ ബിയും സി ഗ്രൂപ്പ് ചെയ്തിട്ട് എയുടെ യൂണിയൻ എടുത്താലും ഇങ്ങനെ ഓർഡർ ഇങ്ങനെ മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. അസോസിയേറ്റീവ് ലോ അനുസരിച്ച് ഇത് ഈക്വൽ ആയിരിക്കും. ഇനി ഒരു സെറ്റ് നൾ സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ എപ്പോഴും ആ സെറ്റ് തന്നെ കിട്ടും. ഇനി ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയും. ഇനി ഒരു സെറ്റ് അതിനോട് തന്നെ യൂണിയൻ എടുത്ത് ആ സെറ്റ് തന്നെ വീണ്ടും കിട്ടും. അത് ഐഡൻപൊട്ടൻ ലോ എന്നാണ് പറയുന്നത്. ഇനി യൂണിവേഴ്സൽ സെറ്റ് എയുമായിട്ട് യൂണിയൻ എടുത്താൽ യുവേ കിട്ടുള്ളൂ. അത് ആ പിക്ചർ നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കുക. യൂണിവേഴ്സൽ സെറ്റ് എയുമായിട്ട് യൂണിയൻ എടുത്താൽ യുവിലുള്ള എല്ലാ എലമെന്റ്സിനെയും എഴുതാൻ പറ്റുള്ളൂ. അത് ലോ ഓഫ് യു. അപ്പോൾ ഇത് ഈ ഓപ്പറേഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഇത് ഒന്ന് ഓർത്തിരിക്കുക. എക്സാമ്പിൾസ് നോക്കുക. എ എന്നൊരു സെറ്റ് ഉണ്ട്, 2, 4, 6, 8. ബി 6, 8, സെറ്റ് ഓഫ് 6, 8, 10, 12. ഫൈൻഡ് എ യൂണിയൻ ബി. രണ്ട് സെറ്റ് തന്നിട്ടാണ് യൂണിയൻ കാണുക. യൂണിയൻ കാണാൻ വളരെ എളുപ്പമാണ്. ഇതിലുള്ള എല്ലാ എലമെൻസിനെയും കൂടെ ഒരു സെറ്റിനകത്ത് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ 2, 4, 6, 8. അടുത്തത് 6, 8 ആണ് എഴുതുന്നത്. 6, 8 ഒരിക്കൽ നമ്മൾ എഴുതിക്കൊണ്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, ഒരിക്കൽ എഴുതിയാൽ മതി. പിന്നെ ഉള്ളത് 10, 12. ഇതാണ് യൂണിയൻ. വളരെ എളുപ്പമാണ്. യൂണിയൻ എഴുതാൻ പറഞ്ഞാൽ എ യൂണിയൻ ബി എഴുതാൻ പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻസിനെയും ഒരുമിച്ച് ഒരു സെറ്റിനകത്ത് എഴുതുക. റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ ഒരിക്കൽ എഴുതിയാൽ മതി. ഇതാണ് യൂണിയൻ കാണുന്നത്. വളരെ എളുപ്പമാണ്. ഇനി എയും ബിയും സിയും ഡിയും തന്നിട്ടുണ്ട്. ബി യൂണിയൻ സി യൂണിയൻ ഡി കണ്ടെത്തുക. ബി യൂണിയൻ സി യൂണിയൻ ഡി എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെയും കൂടെ കോമൺ ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സ് എഴുതുക. ബിയിലും സിയിലും ഡിയിലുള്ള എലമെൻറ്റ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ സെറ്റായിട്ട് എഴുതുക. അതാണ് ബി യൂണിയൻ സി യൂണിയൻ ഡി. ഒരു 3 സെറ്റുകളുടെ യൂണിയൻ ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. എന്താണ് ഇന്റർസെക്ഷൻ എന്ന് നോക്കാം. Intersection of sets A and B is a set of all elements which are common to both A and B. എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രം എഴുതുക. അതിന് നമ്മൾ ഇങ്ങനത്തെ സിമ്പിളാണ് ഉപയോഗിക്കുക. യൂണിയനെ തലയിരിച്ചിട്ട് സിമ്പിൾ. ഇതിനെ വായിക്കേണ്ട ഇന്റർസെക്ഷൻ എന്നാണ് വായിക്കേണ്ടത്. ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി is a set of all those elements which belong to both A and B. Both A and B. ആൻഡ് ഓർത്തോളുക. ബോത്ത് എ ആൻഡ് ബി എന്നുള്ള വാക്കുകളൊക്കെ ഓർത്തോളുക. അങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻ്റർസെക്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. എ ഇൻ്റർസെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും മാത്രം എഴുതിയാൽ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇവിടെ ആൻഡ് എന്നുള്ള ഫ്രേസാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഓർത്തു. ഇൻ്റർസെക്ഷൻ ആൻഡ് വരുമ്പോൾ ഇൻ്റർസെക്ഷൻ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തോളാം. യൂണിയൻ വരുമ്പോൾ ഓർ വരുന്ന വാക്കുകളൊക്കെ വരുമ്പോൾ യൂണിയനാണ് എടുക്കേണ്ടത്. ആൻഡ് വരുമ്പോൾ ഇന്റർസെക്ഷൻ എടുക്കേണ്ടത്. ഇത് നമുക്ക് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. വെൻ ഡയഗ്രത്തിൽ എയും ബി എന്നുള്ള രണ്ട് സെറ്റ് ഇതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഇന്റർസെക്ഷൻ. ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അതിൽ എയിൽ 1, 2, 3, 4, ബിയിൽ 3, 4, 5, 6. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് 3, 4. അതാണ് അതിൻ്റെ ഇന്റർസെക്ഷൻ. എ ഇന്റർസെക്ഷൻ ബി. യൂണിയൻ എടുത്തവർ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള എല്ലാം എഴുതുക. അതാണ് എല്ലാം ഫുൾ ഷെയ്ഡ് ചെയ്തിരുന്നത്. ഇവിടെ ഈ ഷെയ്ഡഡ് പോർഷൻ രണ്ടിലും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ മാത്രമാണ്. ഇതാണ് ഇന്റർസെക്ഷൻ. ഇനി പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അതായത് തിരിച്ചും മറിച്ച് ഇന്റർസെക്ഷൻ എടുത്താലും ഈക്വൽ ആയിരിക്കും. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് പറയുന്നത്. അതേപോലെ നേരത്തെ പോലെ ഗ്രൂപ്പ് അസോസിയേറ്റീവ് ലോ ഉണ്ട്. 3 സെറ്റുകൾ വരുമ്പോൾ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും എടുത്ത് നമുക്ക് ഇന്റർസെക്ഷൻ ചെയ്യാം. എന്നാലും ആൻസർ സെയിം ആയിരിക്കും. നൾ സെറ്റ് എയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നൾ സെറ്റേ കിട്ടും. കാരണം നൾ സെറ്റിന് എയ്ക്കും തമ്മിൽ കോമൺ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നൾ സെറ്റ് ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റുമായിട്ട് ഇന്റർസെക്ട് ചെയ്ത എ കിട്ടും. കാരണം യൂണിവേഴ്സൽ സെറ്റ് അകത്താണ് എ ഇരിക്കുന്നത്. അപ്പോൾ അതിനുമായിട്ട് കോമൺ ആയിട്ടുള്ളത് എ തന്നെ ആയിരിക്കും. അത് ലോ ഓഫ് ഫൈ ആൻഡ് യു എന്നാണ് പറയുന്നത്.
ഒരു സെറ്റ് അതിനോട് തന്നെ ഇൻ്റർസെക്ഷൻ ചെയ്താൽ ആ സെറ്റ് തന്നെ കിട്ടും, ഐഡൻപൊട്ടൻലോ. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ഇതിൽ ഇൻ്റർസെക്ഷൻ യൂണിയൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് എഴുതാം. ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് പറയുന്നത്. അതായത് ഇൻ്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ യൂണിയൻ. അതായത് ഇൻ്റർസെക്ഷൻ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ എഴുതാം. എ ഇൻ്റർസെക്ഷൻ ബി, അടുത്ത് യൂണിയൻ എഴുതുക എ ഇൻ്റർസെക്ഷൻ സി. ഇത് ഈ പ്രോപ്പർട്ടി ഓർത്തിരിക്കുക, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 അല്ലെങ്കിൽ നൾ സെറ്റ്. ദെൻ എ ആൻഡ് ബി ആർ കോൾഡ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. അപ്പോൾ നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് കിട്ടുകയാണെങ്കിൽ രണ്ട് സെറ്റുകളെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. രണ്ട് സെറ്റുകൾ ഇങ്ങനെ ആയിരിക്കും, എയും ബിയും. അപ്പോൾ ഇതിൽ ഇൻ്റർസെക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നത്. രണ്ടും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല. ഇൻ്റർസെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ പറയുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. ജോയിൻ്റ് ആയിട്ടില്ല, ഡിസ്ജോയിൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകൾ ഇങ്ങനെ കാണപ്പെടും, പരസ്പരം കോമൺ എലമെൻറ്റ്സ് ഒന്നും കാണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് മാറിയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഇവിടെ ഇൻ്റർസെക്ഷൻ 5 അല്ലെങ്കിൽ നൾ സെറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഓർത്തുകൊള്ളുക, ഡിസ്ജോയിൻറ്റ് സെറ്റിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. ഇനി എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 2, 4, 6, 8, ബി ഈക്വൽസ് സെറ്റ് ഓഫ് 6, 8, 10, 12. ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻറ്റ്സ് എടുക്കുക എന്നാണ്. അത് വളരെ എളുപ്പമാണ്. ഇത്രയൊന്നും എഴുതാം, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ്? 6, 8 ഇവിടെയുണ്ട്, 6, 8 ഇവിടെയുണ്ട്. അപ്പോൾ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് 6, 8 ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 6, 8. വളരെ എളുപ്പമാണ്. രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് എഴുതുക. കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ നൾ സെറ്റ് എഴുതുക, അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കും. കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ 5 എന്ന് എഴുതും, നൾ സെറ്റ്. ഇവിടെ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ട്, 6, 8 ഇതിലും ഉണ്ട്, 6, 8 ഇതിലും ഉണ്ട്. അപ്പോൾ ഇൻ്റർസെക്ഷൻ 6, 8. ഇനി ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, മൂന്നാമത്തെ ഓപ്പറേഷൻ. ഡിഫറൻസ് എന്ന് പറയാം മൈനസ് ചെയ്യുക. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഇൻ ദിസ് ഓർഡർ ഇസ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് വിച്ച് ബിലോങ് ടു എ ബട്ട് നോട്ട് ഇൻ ബി. എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എ മൈനസ് ബി എന്നാണ് അതിനെ പറയുന്നത്. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, എ മൈനസ് ബി. അത് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എക്സ് ബിലോങ്സ് ടു എ ആൻഡ് ഇവിടെ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഇവിടെ നോട്ട് ബിലോങ്സ് ടു. ഇങ്ങനെ ഒരു വെട്ടും കൂടെ ഇടുക, എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. എയിലുണ്ടായിരിക്കണം, ബിയിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ വെൻ ഡയഗ്രം നമുക്ക് നോക്കാം. എയിൽ നിന്ന് ബി എ മൈനസ് ചെയ്യുക. അപ്പോൾ എ എന്ന സെറ്റ് ഇതാണ്. അതിൽ നിന്ന് ബി എ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എയിലുള്ള 4ഉം 3യും കൂടെ അങ്ങ് പോകും. 4ഉം 3യും ബിയിൽ എയിലുണ്ടായിരുന്നു. അത് എയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ഈ ഷെയ്ഡഡ് പോർഷനെയാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. എ മൈനസ് ബി എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷനാണ്. എയിൽ നിന്ന് ബി എ മൈനസ് ചെയ്യുക. എയിലുണ്ടായിരിക്കണം, ബിയിലുണ്ടാവാൻ പാടില്ല. അതാണ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഇനി ഒരു റിമാർക്കാണ്, എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ്. ഇതാണ് രണ്ട് ഷെയ്ഡ് തന്നിട്ടുണ്ട്, രണ്ട് കളർ തന്നിട്ടുണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1ഉം 2 ആണ്. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 5ഉം 6 ആണ്. അതാണ് വേറെ ഷെയ്ഡ്. ഇത് രണ്ടും രണ്ടാണ്. ഇവ തമ്മിൽ ഈക്വൽ അല്ല, കാരണം രണ്ടും രണ്ടായിട്ടല്ലേ കിട്ടിയത്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ ഡിഫറൻസിൽ നമുക്ക് പറയാൻ പറ്റില്ല. യൂണിയനിലും ഇൻ്റർസെക്ഷനിലും പറയാം. യൂണിയനിൽ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ എന്നൊക്കെ പറയാം, ഇൻ്റർസെക്ഷനിലും പറയാം. പക്ഷെ ഡിഫറൻസിൽ മാത്രം നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി മൈനസ് എക്ക് ഈക്വൽ അല്ല, രണ്ടും വ്യത്യാസമായിട്ടിരിക്കും. രണ്ടും രണ്ട് സെറ്റാണ്. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യില്ല. അടുത്ത കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ലെറ്റ് യു be the universal set and A is a subset of U,
in the complement of A, set of elements U which are not elements of A. യുവിൽ ഉണ്ടായിരിക്കണം എയിൽ ഉണ്ടാവാൻ പാടില്ല, അതായത് എക്ക് പുറത്തുള്ളത്. ഇപ്പോൾ കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂള് ഒരു യൂണിവേഴ്സൽ സെറ്റാണ്, ഒരു ക്ലാസ് റൂം അവിടുത്തെ സെറ്റ് എ കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ ആ ക്ലാസ്സിന് പുറത്തുള്ള എല്ലാ സ്ഥലവും വരും, പക്ഷെ ക്ലാസ് വരാൻ പാടില്ല. അതാണ് അതിനെ യു മൈനസ് എ എന്ന് നമുക്ക് പറയാം. സിംബോളിക്കലി വി റൈറ്റ് ഇതെങ്ങനെയാണ് എഴുതുന്നത്, എ കോംപ്ലിമെൻറ്റ്, എ ഡാഷ് മുതൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ കോംപ്ലിമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു യു. ഡെഫിനേഷൻ ഇതാണ്, എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എക്സ് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം, എയിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് എ ഡാഷ് ഈക്വൽ ടു യു മൈനസ് എ, ഇതും കൂടെ ഓർത്തിരിക്കും. എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു മൈനസ് എ, യുവിൽ നിന്ന് എ കുറയ്ക്കുക, അതാണ് എ കോംപ്ലിമെൻറ്റ്. ഇതാണ് ഈ ഷെയ്ഡഡ് പോർഷനാണ് കോംപ്ലിമെൻറ്റ്. ഉണ്ടോ? അപ്പോൾ എക്ക് പുറത്തുള്ള എല്ലാ പോർഷനും. ഇപ്പോൾ നമ്മളെ സ്കൂള് ഈ യൂണിവേഴ്സൽ സെറ്റാണെന്ന് വിചാരിക്കും, യു ഈ ഒരു ക്ലാസ് റൂമാണ്, ഏതെങ്കിലും ഒരു ക്ലാസ് റൂമാണ് എ ക്ലാസ് റൂം. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ എക്ക് പുറത്തുള്ള എല്ലാ പോർഷനും. എന്നാൽ സ്കൂളിനകത്തിരിക്കുക വേണം, സ്കൂളിന് പുറത്ത് പോകാൻ പാടില്ല. കാരണം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ യുവിന് പരിധിക്ക് പുറത്ത് പോകാൻ പാടില്ല, യുവിനകത്ത് വരെ വേണം, എക്ക് പുറത്ത് പോകാൻ വേണം. അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു മൈനസ് എ, യുവിൽ നിന്ന് എ കുറയ്ക്കുക, യുവിൽ നിന്ന് എ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയുണ്ടോ അതാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഓർത്തിരിക്കുക, എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു മൈനസ് എ. ഇതിനും പ്രോപ്പർട്ടീസ് ഉണ്ട്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു ആയിരിക്കും. അത് നമ്മൾ നേരത്തെ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. കോംപ്ലിമെൻറ്റിൻ്റെയും എയുടെയും യൂണിയൻ എടുത്താൽ നമുക്കിത് കാണുമ്പോൾ കോംപ്ലിമെൻറ്റിൻ്റെയും എയുടെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കും, യു തന്നെ കിട്ടും. അടുത്ത കോംപ്ലിമെൻറ്റിൻ്റെ എയുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ ഒന്നുമില്ല, നൾ സെറ്റാണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ലോ ആണ് ഡി മോർഗൻസ് ലോ. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. യൂണിയനും ഇൻ്റർസെക്ഷനും തമ്മിലുള്ള റിലേഷൻ കോംപ്ലിമെൻറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും, ഇത് ഈക്വൽ ആയിട്ട് തന്നെ വരും. ഇതുപോലെ തിരിച്ചും പറയാം, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഒരുപാട് ഉപയോഗം വരുന്ന ലോയാണ് ഡി മോർഗൻസ് ലോ. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഹോൾ കോംപ്ലിമെൻറ്റിനെ പുറത്തെടുക്കുമ്പോൾ ഇൻ്റർസെക്ഷൻ മാറി യൂണിയൻ ആവും. ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ ഇതാണ്, എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ. അതായത് ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് വീണ്ടും കോംപ്ലിമെൻ്റ് ഒന്നും കൂടെ എടുത്താൽ ആ സെറ്റ് തന്നെ വീണ്ടും കിട്ടും, ഡബിൾ കോംപ്ലിമെൻറ്റ്. എം ടി സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും, യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ എം ടി സെറ്റ് കിട്ടും. ഇതൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡി മോർഗൻസ് ലോ ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം, വെൻ ഡയഗ്രത്തിൽ വെരിഫൈ ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡ് ഇതാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, അത് കിട്ടേണ്ടത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്യാം, റൈറ്റ് സൈഡ് ചെയ്യാം, എന്നിട്ട് അതാണ് ഒരു വര ഇട്ടിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ്. അത് ഈക്വൽ ഫിഗേഴ്സ് ആണോ വരുന്നതെന്ന് നോക്കിയാൽ ആദ്യം നമുക്ക് എ യൂണിയൻ ബി കാണാം. എ യൂണിയൻ ബി നമ്മൾ നേരത്തെ പഠിച്ചു, എയും ബി എഴുതിയിട്ട് ഫുള്ള് ഷെയ്ഡ് ചെയ്യുക, അതാണ് എ യൂണിയൻ ബി. അടുത്ത എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് കാണുക. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് പുറത്തുള്ള ഭാഗങ്ങളെല്ലാം ഷെയ്ഡ് ചെയ്യുക, അകത്ത് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടി. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, അതിൽ നമുക്ക് എ കോംപ്ലിമെൻറ്റ് നോക്കാം. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്ക് പുറത്തുള്ള എല്ലാം ഷെയ്ഡ് ചെയ്യുക. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബിക്ക് പുറത്തുള്ള എല്ലാം ഷെയ്ഡ് ചെയ്യുക. ഇനി രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുത്ത് എന്ത് വരും, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനും ഇത് രണ്ടിൻ്റെ ഈ രണ്ട് പിക്ചേഴ്സ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും പുറത്തുള്ള സ്ഥലം. അപ്പോൾ രണ്ട് ഈക്വൽ ഫിഗേഴ്സ് കിട്ടിയില്ലേ, ഈ ഫിഗറും ഈ ഫിഗർ ഈക്വലായി. ഇത് നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്തതാണ്, വെരിഫൈ ചെയ്തതാണ്.
എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അത് ലോജിക്കലി അത് കറക്റ്റ് ആണെന്ന് നമുക്ക് ഈ പിക്ചർ ഉപയോഗിച്ച് നമുക്ക് വരച്ച് നോക്കി വെരിഫൈ ചെയ്യാം. അപ്പോൾ യൂണിയനും ഇൻ്റർസെക്ഷനും കണക്ട് ചെയ്യുന്നത് കോംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഡി മോർഗൻസിന്റെ രണ്ടാമത്തെ ലോ ഇൻ്റർസെക്ഷനും യൂണിയനും തിരിച്ചു വരുന്നത്, അത് നമുക്ക് ഇതുപോലെ പ്രൂവ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എല്ലാ ഷെയ്ഡ് ചെയ്യും. അടുത്ത് ഓരോന്നിൻ്റെയും എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ യൂണിയൻ എടുക്കുക. രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ രണ്ട് പിക്ചറിൻ്റെയും കൂടെ യൂണിയൻ. ഇപ്പോൾ രണ്ട് ഈക്വൽ പിക്ചേഴ്സാണ് കിട്ടിയത്, ഇവിടെയും രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് എഴുതാം. നമുക്കത് ലോജിക്കലി നമുക്ക് വെരിഫൈ ചെയ്യാം. ഇനി പ്രോബ്ലം നോക്കാം. ലെറ്റ് യു എന്ന് പറയുന്നത് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റാണ്. 1 2 സെറ്റ് ഓഫ് 1 2 3 4 അങ്ങനെ 10 വരെ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1 3 5 7 9. എ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, യു മൈനസ് എ എടുത്താൽ മതി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയെ കുറയ്ക്കുക, ബാക്കിയുള്ളതെല്ലാം എഴുതുക. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് 10 വരെയുള്ള എലമെൻ്റ് ഉണ്ട്, അതിൽ 1ഉം 3ഉം 5 7 9 ഒഴിവാക്കുക, ബാക്കിയുള്ള എല്ലാ എലമെൻസിനെയാണ് എ കോംപ്ലിമെൻ്റ്. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഏത് സെറ്റിൻ്റെയാണോ കോംപ്ലിമെൻ്റ് കാണേണ്ടത് ആ സെറ്റിനെ ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നത് ഡിഫറൻസ് കാണുന്ന പോലെയാണ് യു മൈനസ് എ, അതാണ് കോംപ്ലിമെൻറ്റ്. വളരെ എളുപ്പമാണ് എ കോംപ്ലിമെൻറ്റ് കാണാൻ. യു മൈനസ് എ, ഇത് ഓർത്തിരുന്നത് യു മൈനസ് എ. അടുത്ത യു എന്ന യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും സിയും തന്നിട്ടുണ്ട്. എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻറ്റ് കാണും. അപ്പോൾ ഇങ്ങനെ കാണാൻ വരുമ്പോൾ ആദ്യം നമ്മൾ എ യൂണിയൻ സി കാണണം. യൂണിയൻ സി കാണാൻ അറിയാമല്ലോ, എയും സിയും തമ്മിലുള്ള യൂണിയൻ, എയും സിയിലുള്ള എല്ലാ എലമെൻറ്റിനെയും ചേർത്ത് ഒരുമിച്ച് എഴുതുക. 1 2 3 4 3 4 രണ്ടിടത്തുള്ളതുകൊണ്ട് ഒരിക്കൽ എഴുതിയാൽ മതി. യൂണിയൻ കാണാൻ അറിയാം. എന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കണം, അതായത് ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്. യുവിൽ നിന്ന് ഇത് കുറച്ചാൽ മതി, അതായത് 1 2 3 4 5 6 കുറച്ചാൽ ബാക്കിയുള്ളത് 7 8 9. അതാണ് എ യൂണിയൻ സി കോംപ്ലിമെൻറ്റ്, ഹോൾ കോംപ്ലിമെൻറ്റ്. അതായത് യു മൈനസ് എ യൂണിയൻ സി തന്നെയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ യൂണിയൻ എടുത്തിട്ട് കോംപ്ലിമെൻറ്റ് കണ്ടെത്തിയാൽ മതി. ഇപ്പോൾ യൂണിയൻ എടുത്ത സെറ്റ് യുവിൽ നിന്ന് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക, അത് മാത്രം എഴുതുക. അതാണ് എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻറ്റ്. അതേപോലെ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ ഇതുപോലെ തന്നെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇനി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. ഇതിൽ നമുക്ക് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ്, ദെൻ എൻ ഓഫ് എ യൂണിയൻ ബി, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി എന്നാണ് അതിനെ പറയുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ യൂണിയൻ ബിയിൽ എത്ര എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ എ യൂണിയൻ ബി എഴുതുമ്പോൾ നമ്മളിപ്പം 1 മുതൽ 5 വരെ എഴുതുകയാണെങ്കിൽ അതിൽ 5 എലമെൻറ്റുകളാണ് ഉള്ളത്, 5. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ 5 എന്ന് എഴുതും. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എഴുതിക്കുന്നത്. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് പഠിച്ചു വയ്ക്കുക. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം, എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം. ഇനി ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആവുന്ന കേസിൽ, അത് നമ്മൾ പറയും ഡിസ്ജോയിൻ്റ് വരുന്ന സെറ്റിൽ നൾ സെറ്റ് ആകുമ്പോൾ ഈ ഫോർമുലയിൽ എന്ത് മാറ്റം വരും, ഇവിടെ 5 ആയിപ്പോൾ നൾ സെറ്റ് ആകുമ്പോൾ, ബാക്കി ഇത് രണ്ടും മാത്രമേ വരുള്ളൂ. അതാണ് ഇവിടെ എഴുതി എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. അതൊരു സ്പെഷ്യൽ കേസാണ്. ഇനി 3 സെറ്റ് വരുമ്പോൾ വേറൊരു ഫോർമുലയാണ്. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ 3 സെറ്റുകളുടെ നമ്പർ ഓഫ് എലമെൻറ്റ്, യൂണിയൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിക്കുക. ഇത് പഠിച്ചു വയ്ക്കുക. അതായത് എയുടെയും ബിയുടെയും സിയുടെയും എൻ ഓഫ് എ എൻ ഓഫ് ബി എൻ ഓഫ് സി കണ്ടുപിടിക്കുക. അത് പ്ലസ് ഇട്ട് എഴുതുക. അടുത്ത
ഓരോന്നും പെയർ വൈസ് എടുക്കുമ്പം ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് എയും ബിയും, അടുത്ത് ബിയും സിയും, അടുത്ത് എയും സിയും, അടുത്ത് ലാസ്റ്റ് മൂന്നെണ്ണം ഒരുമിച്ച് വരുന്ന ഇൻ്റർസെക്ഷനിൽ പ്ലസ് എടുക്കുക, പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇത് മൂന്ന് ഓർത്തിരിക്കുക. ഇത് പഠിച്ചു വയ്ക്കണം, ഇത് കാണാതെ പഠിക്കണം, ഇതും കാണാതെ പഠിക്കണം. ഇത് പഠിച്ചാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പ്രത്യേകം ഓർത്തിരിക്കുക, എൻ ഓഫ് എ യൂണിയൻ ബിയും എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിയും. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഇഫ് S and T are two sets such that S has 21 elements. ഓരോന്നായിട്ട് എഴുതിപ്പോൾ എസും ടി എന്ന് പറഞ്ഞ രണ്ട് സെറ്റുകളാണ്. എസ്സിൽ 21 എലമെൻസുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എൻ ഓഫ് എസ് എന്ന് എഴുതാം. എസ്സിൽ 21 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ ഓഫ് എസ് ഈക്വൽ ടു 21 ആണ്. അടുത്ത് ടിയിൽ എത്രയുണ്ട്? 32. അപ്പോൾ എൻ ഓഫ് ടി ഈക്വൽ ടു 32. ആൻഡ് എസ് ഇൻ്റർസെക്ഷൻ ടി has 11 elements. അപ്പോൾ n of s intersection t equal to 11. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. How many elements does s union t have? അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് n of s union t ആണ്. എലമെൻസുകളുടെ എണ്ണമാണ് കാണേണ്ടത്. അപ്പോൾ ആ ഫോർമുല ഉപയോഗിക്കുക, n of s പ്ലസ് നമ്മൾ എയ്ക്കും ബിക്കും പകരം ഇവിടെ എസും ടിയും എന്നേ ഉള്ളൂ. അപ്പോൾ അത് എസും ടിയിലും മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ എൻ ഓഫ് എസ് യൂണിയൻ ടി ഈക്വൽ ടു എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി. ഇതിൽ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്യുക. എൻ ഓഫ് എസിൻ്റെ സ്ഥാനത്ത് 21, എൻ ഓഫ് ടി 32, എൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി 11. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 42 കിട്ടും. അപ്പോൾ എസ് യൂണിയൻ ടി കാണുമ്പോൾ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 42 എലമെൻറ്റ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് ഈ പ്രോബ്ലം ചെയ്യുക വളരെ എളുപ്പമാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എപ്പോഴും കാണാൻ പറയുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ഇൻ എ കമ്മിറ്റി 50 people സ്പീക്ക് ഫ്രഞ്ച്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്ന എഫ് എന്ന് കൊടുക്കാം. ആൻഡ് രണ്ടാമത് പറഞ്ഞത് സ്പാനിഷ് ആണ്, അത് നമുക്ക് എസ് എന്നും കൊടുക്കാം. ഏത് ലെറ്റർ ആണോ ഉപയോഗിക്കുക, എയും ബി എന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്കിവിടെ എളുപ്പത്തിനാണ് എഫ് എസ് ഉപയോഗിച്ചത്, അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അതാദ്യം എഴുതുക. ഇനി നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് ഫ്രഞ്ച് അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എൻ ഓഫ് എഫ് അത് 50. സ്പാനിഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എൻ ഓഫ് എസ് എന്നാണ് എഴുതുക, ഈക്വൽ ടു 20. ഇനി ആൻഡ് 10 സ്പീക്ക് ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. അപ്പം ബോത്ത് സ്പാനിഷ് ആൻഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ആൻഡിന് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ആൻഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇൻ്റർസെക്ഷൻ വരുമ്പോഴാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻഡ് എന്നുള്ള വാക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇൻ്റർസെക്ഷനാണ് തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. അപ്പോൾ അവിടെ എൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 10. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് 2 ലാംഗ്വേജസ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം, അത് യൂണിയനാണ് എടുക്കേണ്ടത്. എസ് യൂണിയൻ എഫ്, എൻ ഓഫ് എസ് യൂണിയൻ എഫ്. അത് നമുക്ക് ഫോർമുല ഉപയോഗിച്ച് നേരത്തെ പോലെ കണ്ടുപിടിക്കാം. എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് എഫ് മൈനസ് എൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എഫ്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ 60. ഇനി വേറൊരു പ്രോബ്ലം. എക്സ് ആൻഡ് വൈ ആർ 2 sets such that x union y has 18 elements. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് n of x union y equal to 18. x has 8 elements. അപ്പോൾ എഴുതുക n of x equal to 8. y has 15. n of y equal to 15. How many elements does x intersection y have? അപ്പോൾ n of x intersection y കണ്ടുപിടിക്കുക. നേരത്തെ പോലെ തന്നെ ഫോർമുല ഡയറക്റ്റ് എഴുതുക. ഇതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ യൂണിയൻ ആണ് തന്നിട്ടുള്ളത്, n of x n of y. ഇതിൽ ഇൻ്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. 8 പ്ലസ് 15 23 മൈനസ് ഇതിൽ ഈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഇപ്പുറത്ത് കൊണ്ടുവരിക, 18 ഇപ്പുറത്തും കൊണ്ടുവരിക. ഒന്ന് ടേംസ് ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ 23 മൈനസ് 18 ഈക്വൽ ടു 5 എന്ന് വരും. ടേംസ് പരസ്പരം അറേഞ്ച് ചെയ്യുക. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ഏതാണോ അത് ഒരു സൈഡിൽ കൊണ്ടുവരിക, ബാക്കിയുള്ള ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 5 എന്ന് കിട്ടും. അപ്പോൾ മെയിനായിട്ട് ഈ ഫോർമുല നമ്മൾ പഠിച്ചു വയ്ക്കണം, എന്നാൽ
ഉപയോഗിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് എയും ബിയും മാറ്റി എഴുതാം. ഇനി ഒരു ക്വസ്റ്റ്യൻ. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് in a school, 150 students were found to be taking tea and 225 taking coffee. അപ്പോൾ നമുക്ക് ടീയും കോഫിയും ടിയും സി എന്ന് കൊടുക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് ടീ എന്ന് നമുക്ക് എൻ ഓഫ് ടി 150 എന്ന് എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് കോഫി എൻ ഓഫ് സി ഈക്വൽ ടു 225 എന്ന് എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. അപ്പോൾ അവിടെ ആൻഡ് എന്നുള്ള ഭാഗം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റും. ടേക്കിംഗ് ബോത്ത് ടി ആൻഡ് കോഫി. അപ്പോൾ ആൻഡ് വരുമ്പോൾ ഇൻ്റർസെക്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു 100. ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നൈദർ ടീ നോർ കോഫി. അത് ശ്രദ്ധിക്കണം. നൈദർ ടീ നോർ കോഫി എന്ന് പറഞ്ഞാൽ ടീയോ കോഫിയോ കുടിക്കാത്ത ആൾക്കാർ, അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം എൻ ഓഫ് ടി യൂണിയൻ സി ഈക്വൽ ടു എൻ ഓഫ് ടി പ്ലസ് ആ ഫോർമുല എഴുതി. ഇതിലപ്പോൾ യൂണിയൻ വെച്ച് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഇതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് ഇത് ഐദർ ഓറാണ്, നമ്മൾ യൂണിയൻ ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഓറാണ് നമുക്ക് കിട്ടിയത്. ഇതിന് നൈദർ നോർ കണ്ടുപിടിക്കണം. അപ്പോൾ അത് ടോട്ടൽ ചെയ്ത് നമുക്ക് മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 600 സ്റ്റുഡൻസ് അല്ലേ ഉള്ളൂ. അതിൽ ടീയും കോഫിയും കുടിക്കുന്ന ആൾക്കാരുടെ എണ്ണം 225 എന്ന് കണ്ടെത്തി. അതിൽ നിന്ന് മൈനസ് ചെയ്താൽ രണ്ടും കുടിക്കാത്ത ആൾക്കാരുടെ എണ്ണം 325 എന്ന്. ഇതാണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ആദ്യം ടീയും കോഫിയും കുടിക്കുന്ന കുട്ടികളുടെ എണ്ണം കണ്ടെത്തി. നമ്മൾ കുടിക്കാത്തവരുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അപ്പം ടോട്ടൽ നമുക്ക് 600 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അതിൽ നിന്ന് കുടിക്കുന്ന കുട്ടികളുടെ എണ്ണം മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 325. അപ്പോൾ ഹെൻസ് 325 സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഇൻ എ സർവേ ഓഫ് 60 പീപ്പിൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 25 പീപ്പിൾ റീഡ് ന്യൂസ് പേപ്പർ എച്ച് എന്നുള്ള ന്യൂസ് പേപ്പർ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് വായിക്കുന്ന ആൾക്കാർ എൻ ഓഫ് എച്ച് എന്ന് കൊടുക്കാം. അതേപോലെ ടി വായിക്കുന്നത് 26. അടുത്ത ഐ എന്നുള്ള ന്യൂസ് പേപ്പർ വാങ്ങുന്നത് 26 തന്നെ. ഇനി നമ്പർ ഓഫ് പീപ്പിൾ റീഡ് ബോത്ത് എച്ച് ആൻഡ് ഐ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബോത്ത് എച്ച് ആൻഡ് ഐ അത് 11 ആണ്, അതും എഴുതുക. ബോത്ത് എച്ച് ആൻഡ് ടിയും തന്നിട്ടുണ്ട്, അത് 8. എച്ച് ആൻഡ് ടി അടുത്ത് അത് 11 തന്നിട്ടുണ്ട്. അടുത്തത് ടി ആൻഡ് ഐ തന്നിട്ടുണ്ട്. അടുത്ത് 3 റീഡ് ഓൾ 3 ന്യൂസ് പേപ്പേഴ്സ്, എല്ലാം വായിക്കുന്നത്. അപ്പം 3ൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനാണ് ഇവിടെ എഴുതേണ്ടത്. എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ ഐ. അപ്പോൾ ഓൾ ന്യൂസ് പേപ്പേഴ്സ് എന്നാണ്, ഓൾ 3. 3ൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ചെയ്യണം, അതായത് നമ്മളെ ലാംഗ്വേജിൽ, നമ്മളെ മാത്സ് ലാംഗ്വേജിലോട്ട് ആയിക്കഴിഞ്ഞ് നമുക്ക് ഫോർമുല ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് അറ്റ്ലീസ്റ്റ് വൺ ഒരെണ്ണമെങ്കിലും വായിക്കുന്നവർ. അപ്പം 3ൻ്റെയും കൂടെ യൂണിയനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എൻ ഓഫ് എച്ച് യൂണിയൻ ടി യൂണിയൻ ഐ. അപ്പോൾ 3 സെറ്റ് വരുമ്പോൾ യൂണിയൻ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് ഐ മൈനസ് അടുത്ത് 2ൻ്റെയും കൂടെ ഉള്ളത് ഇൻ്റർസെക്ഷൻ എച്ച് ഇൻ്റർസെക്ഷൻ ടി മൈനസ് ടി ഇൻ്റർസെക്ഷൻ ഐ മൈനസ് എച്ച് ഇൻ്റർസെക്ഷൻ ഐ. അടുത്ത് പ്ലസ് ഇടുക, 3ൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എച്ച് ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ ഐ. ഇതിലെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എൻ ഓഫ് എച്ച് തന്നിട്ടുണ്ട്, എൻ ഓഫ് ടി തന്നിട്ടുണ്ട്, എൻ ഓഫ് ഐ തന്നിട്ടുണ്ട്. ആ വാല്യൂസ് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്ത് എഴുതുക, അത്രേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു.